എന്തോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്? നമ്മുടെ ചക്ക ചൂരക്കറി. ചക്കയും ചൂരക്കറിയും കൂടെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. നമ്മുടെ റെസ്റ്റോറന്റ് ചാക്കോച്ചൻ്റെ റെസ്റ്റോറൻ്റ് ആണെന്ന് പറയാൻ പറഞ്ഞു നിബു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പറയാം ചാക്കോച്ചൻ്റെ ഫുഡ് കൊള്ളാവോ ഇല്ലെന്ന് കേട്ടോ. ചാക്കോച്ചൻ്റെ ചക്ക കഴിക്കാൻ ചക്കയും നല്ല ചൂരക്കറിയും അതുപോലെ തന്നെ ബീഫ് കൊണ്ട് വേണം ഇവിടെ വെക്കണം. ബീഫും ആചാരമുണ്ട്, ആചാരം. ഇവിടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് മാത്രമേ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല അടിപൊളി ബീഫും ഉണ്ട് കേട്ടോ. ഈ നാടൻ ചായയും വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? പഴംപൊരി, പരിപ്പുവട, ആലു ബോണ്ട. ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ആണ് നമ്മുടെ പരിപ്പുവട. ക്രിസ്പി ആയിട്ടിരിക്കും. മോനെ ഇനിയിപ്പോൾ പോയിട്ട് 4 മണിക്ക് വരാം കേട്ടോ. രതീഷ് എഴുന്നേക്ക്. രതീഷ് ഇങ്ങനെ കിടന്നുറങ്ങാവോ? വീട്ടിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. എന്തോ പറയാം, കല്യാണം ആലോചിക്കണമെന്നോ? ശരി. ഞാൻ ഇനി പ്രത്യേകം പറയുന്നില്ല. ചെറുക്കനെ കെട്ടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കണം. അവനിവിടെ അംബാനിയായി കേട്ടോ. ഇവിടെ വന്ന് അംബാനിയായി കേട്ടല്ലേ. കണ്ട അവിടെ ബെൻസൊക്കെ കിടപ്പുണ്ട് അപ്പുറത്ത്. വീണ്ടും കാണുമ്പോൾ ഉണക്കം. ഇവനിവിടെ ഉണ്ടോ? ഇല്ല, ജോബിമാരെ തട്ടി നടക്കാൻ പറ്റുന്ന പറഞ്ഞ പോലെ മല്ലപ്പള്ളിക്കാരെ തട്ടി നടക്കാൻ പറ്റുന്ന പറഞ്ഞ അവസ്ഥയാണ്. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ ഒരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് നമ്മൾ ദുബൈയിലാകട്ടോ മക്കളെ. ഒരു രക്ഷയില്ല. നമ്മൾ മൺചട്ടി എന്ന് പറയുന്ന ആ ഒരു കടയിലോട്ട് വന്ന കേട്ടോ. നമ്മുടെ കരാമയിലാണ്. കരാമയിൽ കുറേ മലയാളി ഫുഡ് സെയിൽ ചെയ്യുന്ന കടകളുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ മൺചട്ടിയിലേക്ക് പോവാണ്. ഇന്ന് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു പറ്റം ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ദുബൈയിൽ. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാ ഹോട്ടലും എല്ലാ ഹോട്ടലുകളും മലയാളി റെസ്റ്റോറൻറ്റ്സ് എല്ലാം. ഇത് കാരസാറ്, അതിന്റെ മുന്നിൽ കാണുന്ന ആരാമം ബ്രദറായിട്ടുണ്ട്. നിർത്തല്ലേ. ഇനി മുന്നിൽ കാണുന്ന അരിപ്പയുണ്ട്, മൺചട്ടിയുണ്ട്. ഈ ആരാമം 2000 രൂപ മേടിച്ചോണ്ട് പോണത് തന്നെ. മിൽക്കിന്റെ ഒരു കോഴിക്കോടുകാരുടെ ആയിരിക്കും. ഇപ്പൊ കണ്ടു റൈറ്റ് സൈഡില്. റൈറ്റ് സൈഡിലോട്ട് കാണിക്കാം. അരിപ്പ. ഇതുണ്ട് അരിപ്പ. അരിപ്പ ലെഫ്റ്റ്. അതാണ് മൺചട്ടി. ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ. കൊണ്ടിരുന്നായിരിക്കും പിള്ളേരെയൊക്കെ. അവധിയല്ലേ? ആടല്ലേ മൺചട്ടി. ഏട്ടാ മോനെ, അതെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ മൺചട്ടി തന്നെ നമുക്ക് തരുമോ അവര്? എന്തോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്? നമ്മുടെ ചക്ക ചൂരക്കറി. ചക്കയും ചൂരക്കറിയും കൂടെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. നമ്മുടെ ചാക്കോച്ചൻ്റെ റെസ്റ്റോറൻ്റ് ആണെന്ന് പറയാൻ പറഞ്ഞു നിബു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പറയാം ചാക്കോച്ചൻ്റെ ഫുഡ് കൊള്ളാവോ ഇല്ലെന്ന് കേട്ടോ. ചാക്കോച്ചൻ്റെ ചക്ക കഴിക്കാൻ. എടാ ചാക്കോച്ചൻ്റെ ചക്ക തിന്നാൻ പറഞ്ഞു. എന്ത് വൃത്തിയുടെ സ്വഭാവമാണ് അതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരണം കേട്ടോ. നമ്മളങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നിബുവിൻ്റെ വൈഫും ഉണ്ട് കേട്ടോ. ഹലോ. നിബുവിൻ്റെ വൈഫും ഉണ്ട്. ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയ കേട്ടോ. രാവിലത്തെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഒന്നും പറയണ്ട മക്കളെ. അതുപോലെ തന്നെ നമ്മുടെ ജോബിനെ വൈകിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൻ പിടിതരാതെ ഇങ്ങനെ പോവുക കേട്ടോ. കഴിക്കാൻ സമയത്ത് മാത്രമേ ഇവൻ വരത്തുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് ഇവൻ കഴിക്കാൻ വന്നു കേട്ടോ. ഇവൻ കഴിക്കാൻ വേണ്ടി മാത്രമേ വരത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഉച്ചയ്ക്ക് കഴിക്കാൻ പോയപ്പോഴും വിളിച്ച് വരുത്തി അവൻ കഴിച്ചു. മോശമാണ് ഇങ്ങനെ കേട്ടോ. കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നത്. ഹലോ മിസ്റ്റർ പെരേര. ചക്കയില്ലേ? രതീഷ് ഉറങ്ങിയാണോ? എൻ്റെ മോനെ. അങ്ങനെ നമ്മുടെ കുഞ്ചാക്കോവൻ്റെ ചക്കക്കട വന്നു കേട്ടോ. ഇവനിവിടെ ചക്കക്കച്ചവടമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ. കുഞ്ചാക്കോവനിവിടെ ചക്കക്കച്ചവടമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ നമ്മൾ കരാമേ വന്നു കേട്ടോ. ഒന്നും പറയേണ്ട മക്കളെ. അതിമനോഹരമായ ചക്കയും
നല്ല ചൂരക്കറിയും അതുപോലെ തന്നെ ബീഫ് കൊണ്ടുപോയടാ. ഇവിടെ വെക്കണം ബീഫ്. ആചാരമുണ്ട്, ആചാരം. ഇവിടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് മാത്രമേ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല അടിപൊളി ബീഫും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നമ്മുടെ കുഞ്ചാക്കോ ബോവൻ്റെ ബീഫും മീൻകറിയും ചക്കയൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇവനിവിടെ തുടങ്ങിയല്ലോടാ, തുടങ്ങിയോടാ. എങ്ങനെയുണ്ട് സാധനം? നിങ്ങൾ പിന്നെ സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ആ, ഇവിടെ എങ്ങനെയുണ്ട്? ആ അങ്ങോട്ട് തുടങ്ങട്ടെ. അപ്പോൾ നടക്കട്ടെ. നല്ല സൂപ്പർ ബീഫും കേട്ടോ, ഒരു രക്ഷയില്ല മക്കളെ. കഴിച്ചിട്ട് തരട്ടെ കേട്ടോ. എന്തോ ജോബിനെ കഴിക്കണം. നീ കഴിക്കടാ. അളിയൻ കഴിക്കളിയാ? അല്ല, അളിയൻ കഴിക്കളിയാ. അപ്പോൾ നമ്മുടെ ചക്ക അങ്ങോട്ട് എടുത്ത ഒരു ബീഫും കൂടെ അങ്ങോട്ട് എടുത്തിട്ട് ഇളക്കി എൻ്റെ മോനെ നമ്മളിവിടെ നാട്ടിലെ ചക്ക മുഴുവൻ മിക്കവാറും ഇങ്ങോട്ടാണ്. കുഞ്ചാക്കോ ബോവൻ ഇങ്ങോട്ട് അടിക്കുവാന്നാണ് തോന്നുന്നത് കേട്ടോ. നല്ല നല്ല സൂപ്പർ ചക്ക കേട്ടോ. സൂപ്പറാണ് കേട്ടോ. നല്ല ചക്കയും നല്ല കപ്പയും ബീഫും നല്ല ചൂരക്കറി. ഒന്നും പറയണ്ട മക്കളെ, സെറ്റ് സാധനം. ചൂരക്കറി അടിപൊളിയായിരുന്നു. പിന്നെ ഒമാമത്തി പൊളികളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മളെവിടെ തിന്നാലും ഇങ്ങനെ ആണല്ലോ അല്ലേ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. മൊത്തം തീർത്തിട്ടുണ്ട്, സെറ്റ്. നല്ല ചായയും കടിയും പഴംപൊരി. നാടൻ ചായയും പരിപ്പുവടയും. വേറെ എന്തൊക്കെയാണ് ഉള്ളത്? പഴംപൊരി, പരിപ്പുവട, ആലു ബോണ്ട. ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ആണ് നമ്മുടെ പരിപ്പുവട. ക്രിസ്പി ആയിട്ടിരിക്കും. മോനെ ഇനിയിപ്പോൾ പോയിട്ട് 4 മണിക്ക് വരാം കേട്ടോ. ഇപ്പം ചക്കയും മീൻകറിയും എല്ലാം ഇവിടെ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇവിടെ പഴംപൊരിയൊക്കെ ഇരിക്കുന്നത് കണ്ടേ. ഒന്നും പറയണ്ട മക്കളെ, അതിമനോഹരമായ നമ്മുടെ രതീഷ്. എഴുന്നേക്ക് രതീഷ്, ഇങ്ങനെ കിടന്നുറങ്ങാവോ? നമ്മൾ ദുബൈയിലെ നമ്മുടെ മൺചട്ടിക്കട വന്നു കേട്ടോ. ഒന്നും പറയണ്ട മക്കളെ, നമ്മുടെ കുഞ്ചാക്കോ ബോവൻ്റെ കടയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു രക്ഷയില്ല. നല്ല ചക്കയും മീൻകറിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുപോലുള്ള കിടുക്കാച്ചി ദുബൈയിൽ നിന്നുള്ള വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കൂ എല്ലാവർക്കും. ബായ്. ഒരു ബായ് പറഞ്ഞു ബൈ. കുഞ്ഞല്ലേ ജ്യൂസ് കുടിക്കാൻ? മേടിച്ചോ? പൊള്ളു. ഇല്ല നമ്മുടെ വന്നില്ല. അയ്യോ മോനെ, അടുത്തത് എവിടാ? എന്നാ ഉണ്ട്? പാത്ത് കഴിക്കാറുന്നല്ലടാ, കള്ള വിടുവാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മല്ലപ്പള്ളിക്കാരനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും മല്ലപ്പള്ളിക്കാരൻ. ഇവിടെ മല്ലപ്പള്ളിക്കാരെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി കേട്ടോ. ഒരു രക്ഷയില്ല. കുറേ പേര് നമ്മൾ കണ്ടറാ. എന്നാ ഉണ്ടോ വിശേഷമൊക്കെ? സന്തോഷം. എവിടെയാ നീ താമസിക്കുന്നപ്പോ? പിന്നെ പറ. ഓടുവാണോടാ? ഇടയ്ക്ക് വെള്ളം പൊങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതുള്ളത് കൊണ്ട് ആകെ ഒരു സീനായിട്ടിരിക്കുവായിരുന്നു. ഇല്ല കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു അടിപൊളി. മഴ പെയ്ത ഒരു ഗുണമുണ്ട്, നമുക്ക് 2 ദിവസം അവധി കിട്ടും അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 3 ദിവസം കിട്ടി. പക്ഷേ എനിക്ക് അവധി കിട്ടുന്ന അത്ര നല്ലതല്ല. ഞാനാകും പോലെ 24 ദിവസത്തേക്ക് വരുന്ന വേണ്ടി വന്നതല്ലേ. 24 ദിവസം വെള്ളിയാഴ്ച പോവാ. രാവിലെ വിടും. രാവിലെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. കുഴപ്പമില്ല, അടിപൊളിയല്ലേ. എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ ഒന്നും റൂമിൽ അങ്ങനെ അധികം ഇരിക്കേണ്ടി വന്നില്ല. 1-2 ദിവസം ഇരിക്കേണ്ടി വന്നുള്ളൂ. 1-2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പ്രശ്നമില്ലായിരുന്നു. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഉറങ്ങി തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് കയറി വരണം. അതാണ് നമ്മുടെ വീട്ടിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. എന്തോ പറയാൻ, കല്യാണം ആലോചിക്കണമെന്നോ? ശരി. ഞാൻ ഇനി പ്രത്യേകം പറയുന്നില്ല. ചെറുക്കനെ കെട്ടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കണം. അവനിവിടെ അംബാനിയായി കേട്ടോ. ഇവിടെ വന്ന് അംബാനിയായി കേട്ടല്ലേ. കണ്ട അവിടെ ബെൻസൊക്കെ കിടപ്പുണ്ട് അപ്പുറത്ത്. ബെൻസൊക്കെ എടുത്ത് നമ്മുടെ അപ്പം മറ്റേ ഇതിനായിട്ട് ചെടി മേടിച്ചോളാം. എത്ര രൂപ? 45.
നമ്മുടെ കിച്ചണിലൊരു ഇതുണ്ട് ലില്ലി പീസ് ലില്ലി അത് മൊത്തം വാടി ഇത് കാണുമ്പോ മറ്റൊരു മരം ഉണ്ടല്ലോ ബോൺസായി അത് തന്നെ ബോൺസായി അതുകൊണ്ട് അത് മേടിച്ചു അവള് ഭംഗി ഫുൾ ഡേ ഫ്ലവറും കാണും. അതെ അതെ ഇവിടെ എല്ലാം കിളുത്ത് കഴിയുമ്പോൾ സെറ്റ് ആവും. ജോബിനെ മനെ പോവല്ലേ വീണ്ടും കാണുമ്പോൾ ഉണക്കം. ഇവനോട് ഉണ്ടോ ഇല്ല ജോബിമാരെ തട്ടി നടക്കാൻ പറ്റുന്ന പറഞ്ഞ പോലെ മല്ലപ്പള്ളിക്കാരെ കട്ടി നടക്കാൻ പറ്റുന്ന പറഞ്ഞ അവസ്ഥയാ.